ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അഡ്ജക്റ്റീവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഇതിന് നമ്മൾ നാമവിശേഷണം എന്നും പറയാറുണ്ട്. നമുക്ക് ആദ്യം എന്താണ് അഡ്ജക്റ്റീവ് എന്ന് നോക്കാം. ആൻ അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ നൗൺ. എ നൗൺ ഇസ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അഡ്ജക്റ്റീവ്സ് ടെൽസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ നൗൺ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് an adjective is a word that describes a noun. ഒരു നൗണിനെ വിവരിക്കുന്ന ഒരു വാക്കാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ഈസ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അല്ലെ ഒരു വ്യക്തിയോ ഒരു സ്ഥലമോ ഒരു സാധനമോ ആവാം. പക്ഷേ ഇവിടെ അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ്സ് ടെൽ ദ ഡീറ്റെയിൽ എബൌട്ട് എ നൗൺ. നൗണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അഡ്ജക്റ്റീവ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം, അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. വിശേഷിപ്പിക്കുമ്പോൾ അതിന് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ ഭേദകം എന്നും പറയാറുണ്ട് മലയാളത്തിൽ. അതായത് നാമത്തിന് ഒരു പ്രത്യേക മീനിങ് കൊടുക്കുകയാണ് അഡ്ജക്റ്റീവ് ഇവിടെ ചെയ്യുന്നത്. വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് സർട്ടൻ എക്സാമ്പിൾസ്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വൺ. ഹീ ഈസ് എ ഗുഡ് ബോയ്. അവൻ ഒരു നല്ല ആൺകുട്ടിയാണ്. സോ ഇവിടെ ഗുഡ് എന്ന അഡ്ജക്റ്റീവാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഗുഡ് ഈസ് എൻ അഡ്ജക്റ്റീവ്. സോ ഹീസ് എ ഗുഡ് ബോയ്. അവനൊരു നല്ല ആൺകുട്ടിയാണ്. ലെറ്റ്സ് സീ അനദർ വൺ. ഐ ഹാവ് എ റെഡ് ഫ്ലവർ. എനിക്കൊരു ചുവന്ന പൂവുണ്ട്. റെഡ് ഈസ് ദ അഡ്ജക്റ്റീവ് ഹിയർ. ചുവന്ന പൂവ്. അപ്പം ഈ റെഡ് ഇവിടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഐ ഹാവ് എ ഫ്ലവർ. പക്ഷേ റെഡ് എന്ന് ചേർക്കുമ്പോൾ ആ ഫ്ലവറിന് കൂടുതൽ അർത്ഥം കൊടുക്കുകയാണ്. അതായത് റെഡ് എന്ന ഒരു വിശേഷണം കൂടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡ് ഫ്ലവർ എന്നൊരു ടേം കിട്ടി. അപ്പം റെഡ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. ലെറ്റ്സ് സീ അനദർ വൺ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷീ ഈസ് എ ഗേൾ നമുക്ക് മീനിങ് തരുന്നുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ നമുക്കതിന് ആ ഗേളിന് കുറച്ചും കൂടെ അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പം അവളൊരു സുന്ദരിയായ പെൺകുട്ടിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ്. അതിൽ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിയർ ബ്യൂട്ടിഫുൾ ഈസ് ദ അഡ്ജക്റ്റീവ്. Now let's see another one. The earth is round. ഭൂമി ഉരുണ്ടതാണ്. റൗണ്ട് എന്ന അഡ്ജക്റ്റീവാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. Now let's see another one. She has a long hair. അവൾക്ക് നീളം കൂടിയ മുടിയുണ്ട്. ഇപ്പോൾ ലോങ്, നീളം കൂടിയ മുടി. അപ്പം ഹെയറിന് നമ്മൾ കൂടുതൽ അർത്ഥം കൊടുക്കുന്നുണ്ട്. ആ വാക്കാണ് നമ്മൾ ലോങ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ലോങ് ഈസ് ദ അഡ്ജക്റ്റീവ് ഹിയർ. Now let's see another example. ഐ ലൈക്ക് ഓൾഡ് ഹൗസസ്. എനിക്ക് പഴയ വീടുകൾ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഹൗസസ്. എനിക്ക് വീട് ഇഷ്ടമാണ്. പക്ഷേ ആ ഹൗസസ് എന്നുള്ളത്, ആ ഹൗസസിന് കൂടുതൽ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു. സോ ഇറ്റ് സേസ് ഐ ലൈക്ക് ഓൾഡ് ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ വീടുകൾ ആണ് ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ വീടുകൾ ഇഷ്ടമാണ്. സോ ഇവിടെ ഓൾഡ് ഈസ് എൻ അഡ്ജക്റ്റീവ്. ഹിയർ ഇറ്റ് സേസ് ഹീസ് എ ടോൾ ബോയ്. അവൻ നല്ല ഉയരമുള്ള ആൺകുട്ടിയാണ്. ഹീസ് എ ബോയ്. അതുകൂടാണ്ട് ഹീസ് എ ടോൾ ബോയ്. അവൻ ഒരു നീളം കൂടുതലുള്ള നല്ല ഉയരമുള്ള ഒരു ആൺകുട്ടിയാണ്. സോ ടോൾ ഈസ് എൻ അഡ്ജക്റ്റീവ് ഹിയർ. നൗ ലെറ്റ്സ് സീ അനദർ വൺ. ദേ ലിവ് ഇൻ എ ബിഗ് ഹൗസ്. അവർ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. ദേ ലിവ് ഇൻ എ ഹൗസ് ബട്ട് ഇറ്റ്സ് ബിഗ്. അതായത് ബിഗ് ഹൗസിലാണ്, വലിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. വലിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. സോ ബിഗ് ഈസ് എൻ adjective here. Now let's see some examples. Young girl. Young is an adjective. Beautiful flower. Beautiful is an adjective here. Tall building. Tall ആണ് ഇവിടെ അല്ലേ. Tall building. ഉയരമുള്ള building. Tall is an adjective here. And naughty boy. Naughty is the adjective here. We'll see some more. A big cat. വലിയ പൂച്ച. So ബിഗ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. സ്മോൾ ബോയ്, ചെറിയ ബോയ് അല്ലേ. അപ്പോൾ ചെറിയ എന്നുള്ള സ്മോൾ ആണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഇവിടെ പറയുന്നത് ടൈനി ബിൽഡിംഗ്. ചെറിയ ബിൽഡിംഗ് ആണ്, പക്ഷേ ഇത് ചെറുതാണ്. സോ ടൈനി ഈസ് ദ അഡ്ജക്റ്റീവ് ഹിയർ. നോട്ടി ഗേൾ. നോട്ടി ഈസ് ദ അഡ്ജക്റ്റീവ്. നമുക്കിനി അഡ്ജക്റ്റീവിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി വിവിധ ഗ്രൂപ്പുകളിൽ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ പല തരങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് അഡ്ജക്റ്റീവ് ഓഫ് സൈസ്. സൈസുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ്. അതിൽ കുറച്ച് ഉദാഹരണം നോക്കാം.
ബിഗ്, സ്മോൾ, ടോൾ, ടൈനി, ലിറ്റിൽ ആൻഡ് ഷോർട്ട്. ഇതെല്ലാം ഒരു വലിപ്പം അല്ലെ, വലിപ്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ്. നമുക്കിത് ഇങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് ശ്രമിക്കാം. ഇറ്റ് ഇസ് എ ബിഗ് എലഫൻറ്റ്. സോ ഈ എലഫൻറ്റ് ഒരു ബിഗ് എലഫൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആനയാണ്. another one, that is a tall building. അതൊരു നീളമുള്ള ബിൽഡിംഗ് ആണ്. tall is an adjective here. Now we'll see another type of adjective, that is adjective of feelings. ഫീലിങ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണിത്. ഇതിൽ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ആംഗ്രി, ദേഷ്യം. ഹാപ്പി, സന്തോഷം. സാഡ്, ദുഃഖം. ഫണ്ണി, തമാശയുള്ള, തമാശ. സ്വീറ്റ്, മധുരമുള്ള. കൈൻഡ്, ദയ. സോ ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ഫീലിംഗ്. ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ് ഇതൊക്കെ. ഇനി നമുക്കിതെല്ലാം ഒരു സെൻറ്റൻസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഐ വാസ് റിയലി ആംഗ്രി. ഞാൻ ശരിക്കും ആംഗ്രി ആയിരുന്നു. എനിക്ക് ശരിക്കും ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ദേഷ്യത്തിലായിരുന്നു എന്നൊക്കെ പറയാം. അതിന് നമുക്ക് ഐ വാസ് റിയലി ആംഗ്രി. സോ ആംഗ്രി ഈസ് എ അഡ്ജക്റ്റീവ് ഹിയർ. another one is he is a funny man. അവനൊരു ഫണ്ണി ആയിട്ടുള്ള മാനാണ്, ഫണ്ണി ആയിട്ടുള്ള മനുഷ്യനാണ്. ഹി ഈസ് എ ഫണ്ണി മാൻ. അവനൊരു ഫണ്ണി മാനാണ്. അപ്പോൾ ഫണ്ണി ഈസ് എ adjective here. Now we'll see another type of adjective, that is adjectives of shape. ഒരു രൂപവുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിൽ കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ്. സർക്കിൾ, സ്ക്വയർ, ഫ്ലാറ്റ്, റൗണ്ട്, വൈഡ്, പ്ലെയിൻ. ഇവയൊക്കെയാണ് ഷേപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറച്ച് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാം, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ശ്രമിക്കാം. ഫസ്റ്റ് വൺ, വി നീഡ് എ റൗണ്ട് ടേബിൾ. റൗണ്ട് എന്നുള്ളത് ഷേപ്പാണല്ലേ, റൗണ്ട് ആയിട്ടുള്ള, റൗണ്ട് ഷേപ്പിലുള്ള ടേബിൾ. സോ റൗണ്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഹിയർ. another one, the door was wide open. വൈഡ്, വിശാലമായി തുറന്നു. ഈ ഡോറ് വിശാലമായി, അല്ലെ വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി എന്നർത്ഥമുണ്ടല്ലേ. അപ്പോൾ ദ ഡോർ വാസ് വൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറ് വിശാലമായി തുറന്നിരുന്നു. ദ ഡോർ വാസ് വൈഡ് ഓപ്പൺ. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി അല്ലേ, മൊത്തമായി തുറന്നു. സോ വൈഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഹിയർ. നൗ വിൽ സീ അനദർ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്, ദറ്റ് ഈസ് അഡ്ജക്റ്റീവ്സ് ഓഫ് അപ്പിയറൻസ്. അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ, ക്ലീൻ, ഗ്ലാമറസ്, gorgeous, skinny. We'll see few examples. She has a very attractive smile. അവൾക്ക് വളരെ ആകർഷണീയമായ ചിരിയുണ്ട്. She has a very attractive smile. So attractive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പിയറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് ആണല്ലേ. അപ്പോൾ അട്രാക്റ്റീവ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ് ഇവിടെ. Now we'll see another one. His girlfriend has beautiful eyes. അവൻ്റെ ഗേൾഫ്രണ്ടിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണുകളുണ്ട്. സോ ബ്യൂട്ടിഫുൾ ഈസ് എൻ അഡ്ജക്റ്റീവ് ഹിയർ. നൗ വിൽ സീ അനദർ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്, ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ഓഫ് ടൈം. ടൈമുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ്. ഇതിൽ ഫാസ്റ്റ്, ലേറ്റ്, ഓൾഡ്, സ്ലോ, മോഡേൺ, യങ് ഇവയൊക്കെയാണ് നമുക്ക് ടൈമുമായി ബന്ധപ്പെട്ടുള്ള, സമയവുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹി റാൻ ഫാസ്റ്റ് ടു ക്യാച്ച് ദ ബസ്. അവൻ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട്, സ്പീഡിൽ ഓടി. ഇപ്പോൾ ഫാസ്റ്റ് എന്നുള്ളത് സമയവുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലേ. സോ ഫാസ്റ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഹിയർ. Now we'll see another one. The snail moves slow. സ്നെയിൽ, ഒച്ച് അല്ലേ, സ്നെയിൽ വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. സോ സ്ലോ ഈസ് ആൻ അഡ്ജക്റ്റീവ് ഹിയർ. നൗ വിൽ സീ അനദർ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്, ദറ്റ് ഈസ് അഡ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണാലിറ്റി. കാം, ജെന്റിൽ, അഗ്രസീവ്, പ്രൗഡ്, പൊളൈറ്റ് ആൻഡ് ഹാപ്പി. ഇതൊക്കെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ്. സോ അഡ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണാലിറ്റി. We'll see some examples.
ദ ബേബീസ് ടച്ച് വാസ് ജെൻറ്റിൽ. അതായത് കുട്ടിയുടെ സ്പർശനം വളരെ മൃദുവായിരുന്നു, ജെൻറ്റിലായിരുന്നു. സോ ജെൻറ്റിൽ ഈസ് എൻ adjective ഹിയർ. നൗ another one, he apologized politely. അവൻ പൊളൈറ്റ് ആയിട്ട് ക്ഷമ ചോദിച്ചു. സോ പൊളൈറ്റ്ലി, പൊളൈറ്റ് എന്നുള്ളത് ഒരു adjective ആണ് ഇവിടെ. സോ ഇവിടെ പൊളൈറ്റ്ലി എന്നുള്ളതാണ്, പൊളൈറ്റ്ലി ആണ് ഇവിടെ adjective ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. Now we will see another type of adjectives, that is adjectives of color. നിറവുമായി ബന്ധപ്പെട്ടുള്ള adjectives ആണ് red, white, yellow, orange, black and purple. ഇതൊക്കെയാണ് നമുക്ക് കളറുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന adjectives. We'll see some examples. She gave me a red flower. She gave me a red flower. അവൾ എനിക്ക് ഒരു ചുവന്ന പൂവ് തന്നു. റെഡ് എന്നുള്ള adjective കളറുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലേ. സോ റെഡ് ഫ്ലവർ, ചുവന്ന പൂവ്. സോ റെഡ് ഈസ് ദ adjective here. We'll see another one. She had a thick black hair. അവൾക്ക് നല്ല കട്ടിയുള്ള കറുത്ത മുടിയുണ്ട്. സോ ബ്ലാക്ക് കളറുമായി ബന്ധപ്പെട്ടുള്ള adjective ആണല്ലേ. സോ ബ്ലാക്ക് ഈസ് എൻ adjective here. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് adjectivesനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വിൽ see tomorrow with another video. Thank you guys. Thank you very much.